വീട് എന്നത് താമസിക്കാനുള്ള ഇടം എന്നതിനേക്കാൾ ഉപരി ആഡംബരമാകുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും കാണുന്നത്. ഈ സമയത്ത് ചെറിയ ബജറ്റിലെ വീടുകൾക്ക് ആവശ്യക്കാർ കൂടി വരുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം പുളിയറക്കോണത്ത് MR ഹരി നിർമ്മിച്ച പ്രകൃതിയോടിണങ്ങിയ ഒരു വീടുണ്ട്. ആ വീട് ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മാതൃകയെ തന്നെ നമുക്ക് പറയാം. ആവശ്യങ്ങൾ അറിഞ്ഞ് ചെലവ് ചുരുക്കി ചെയ്ത ഈ വീട് അത് ചെലവിൻ്റെ കാര്യത്തിൽ കുറവാണെങ്കിലും മനോഹാരിതയുടെ കാര്യത്തിൽ അത് വളരെ ഉയരത്തിലാണ്. മലയാളിയുടെ ഒരു വീട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലത്ത് 1500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് വലിയ വീട്. അപ്പം അതിൻ്റെ ചുറ്റും നമ്മൾ ടൈൽസൊക്കെ ഇട്ട് ഒരു പൂച്ചെടി പോലും വളരാത്ത രീതിയിൽ നമ്മളതിനെ പരിപാലിക്കും. നിറയെ റൂമുകളകത്ത് അത് വൃത്തിയാക്കുന്ന തലവേദനയാണെങ്കിൽ അത് അതിനേക്കാട്ടിലും. അപ്പം ഇങ്ങനൊരു കോൺസെപ്റ്റിലേക്ക് മലയാളി വന്നപ്പോൾ നമ്മുടെ ആ പഴമയൊക്കെ നമ്മൾ വല്ലാണ്ട് മറന്നു, മിസ് ചെയ്യുന്നു. നമുക്ക് ആ പഴമയൊന്നും കാണാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് ഫോറസ്റ്റുകൾ മാത്രമാണ് അവർ കാണുന്നത്. ഇത് ഒരു 100 വർഷം പഴക്കമുള്ള വീട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വീടാണ്. ശരിക്കും ഈ വീടിന് 100 വർഷത്തെ പഴക്കമില്ല. ഇതൊരു പുതിയൊരു വീടാണ്, അധികം പഴക്കമില്ലാത്തൊരു വീടാണ്. ഈ വീടിൻ്റെ കുറേ വിശേഷങ്ങൾ നമുക്കറിയാനുണ്ട്. ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കാണ് ഈ വീട്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മിയാവാക്കി വനം, അതായത് 30 വർഷം കൊണ്ട് 100 വർഷത്തെ വനം സൃഷ്ടിക്കുന്ന കോൺസെപ്റ്റാണ് ഈ മിയാവാക്കി എന്ന് പറയുന്നത്. അപ്പോൾ ആ മിയാവാക്കി വനത്തിൻ്റെ നടുക്ക് വളരെ നാച്ചുറലായിട്ട് പ്രകൃതിയോട് ഭയങ്കരമായിട്ട് ഇണങ്ങി നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വീട്. ഈ വീടിൻ്റെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ കണ്ടിരിക്കേണ്ടതാണ്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീട് ഇനി കാണണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. കാരണം പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ട് അവിടെ മാത്രം നമുക്ക് പരിചിതമായ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. കരമനയാറിൻ്റെ കരയിൽ ഈ ഒരു മിയാവാക്കി ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെ ആ ഫോറസ്റ്റിൻ്റെ നടുക്ക് ഇതിൻ്റെ ഗൃഹനാഥന് താമസിക്കാൻ അദ്ദേഹം ഒരു വെക്കേഷൻ ഹൗസായിട്ടാണ് ഇത് ഇവിടെ പണിഞ്ഞതെങ്കിലും അദ്ദേഹം കൂടുതൽ സമയം ഇവിടെയാണ് താമസിക്കുന്നത്. ആളിനെ നമുക്കറിയാം, കാരണം നമ്മൾ പരിസ്ഥിതി ദിനത്തിൽ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനായി പരിചയപ്പെടുത്തിയൊരു വ്യക്തിയാണ് MR ഹരി. നമസ്കാരം, ഞാൻ വീണ്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അതിശയവും ഭയങ്കര സന്തോഷമൊക്കെ തോന്നുകയാണ്. ഇങ്ങനൊരു വീട് കാണാൻ പറ്റുമോ എന്ന് തന്നെ സംശയമായിരുന്നു. ഇനിയുള്ള കാലത്ത് ഇങ്ങനൊരു വീട്, ഇങ്ങനെ ആരെങ്കിലും വീട് പണിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞത് സത്യമാണ്. 15 ലക്ഷം രൂപയാണ് ഇതിന് ചിലവായത്. 15 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഇതിൽ ഒത്തിരി പഴയ സാധനങ്ങൾ ഉപയോഗിച്ചത്. ഈ ഓട് നല്ല തിളക്കം കാണുന്നുണ്ടല്ലോ, അത് പെയിൻറ്റ് ചെയ്തതാണ്. 1.5 രൂപയ്ക്ക് പഴയ ഓട് മേടിച്ചതാണ്. കാരണം ഓടൊക്കെ നമ്മൾ ഈ പുതിയ ഓട് മേടിക്കേണ്ട കാര്യമില്ല. കാരണം മോഹൻജോദാരോയിൽ കലത്തിൻ്റെ കഷ്ണം ഇപ്പോഴും ഡൽഹി മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്. അപ്പോൾ 5000 വർഷമായാലും മണ്ണ് ചുട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പഴയ പോലെ ആകില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നത്. പിന്നെ ഓടാകുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ മാങ്ങ വീഴുമ്പോൾ പൊട്ട് ഇച്ചിരി ചോരിയൊക്കെ ചെയ്യും. കുറച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടൊരു വീട് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വെക്കുമെന്ന് ഞാനാണെങ്കിലും വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ വീട് വെക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ ഈ വീടിന് ഏരിയ കുറച്ച് മതി എന്നുള്ള തീരുമാനിച്ചു. ഈ വീടിൻ്റെ പ്രത്യേകത 450 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഈ മുറികളുടെ പ്ലിന്ത് ഏരിയ. വരാന്ത എല്ലാം കൂടെ ഒരു 550 ഏരിയ, അതായത് വരാന്ത കൂടുതലും മുറികൾ കുറവാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ പിച്ചാണ്ടിക്കുളം ഫോറസ്റ്റ് പോണ്ടിച്ചേരിയിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ 47 ഏക്കറോ മറ്റോ കാടാക്കിയിരിക്കുക. അതായത് ഈ വീടിനെല്ലാം ചുറ്റും ചെറിയ ഒരടി വീതിയിലൊരു വെള്ളം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു സ്ഥലത്തും ഒരു വീടുകളിലും ഇങ്ങനൊരു കാഴ്ച കാണാൻ കഴിയത്തില്ലായിരിക്കും അല്ലേ? അനന്തപുരം ലേക്കിനെ വിളിച്ചെന്നാൽ കാണാം. അത് ലേക്കിന്ന് എടുക്കണം അപ്പലിരിക്കുന്നത്. അല്ല, ഞാൻ ഈ പിച്ചാണ്ടിക്കുളം കണ്ടപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും ഇത് പറയുന്നുണ്ട് ചെയ്യാൻ. അപ്പോൾ അവിടെ അവർ ഒച്ചു കയറാതിരിക്കാനൊക്കെ ആയിട്ടാണ് ഇത് ചെയ്തത്. പാമ്പ് വന്ന് വെള്ളം കുടിച്ചിട്ട് പോകും. അവിടെ വലിയ കാടാണ്. അങ്ങനെ അപ്പോൾ ഞാനിതുപോലൊരു ചെറിയ കുളം ഇവിടെ ചുറ്റും വെക്കാമെന്ന് വെച്ചു. അത് ചുറ്റും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇത് ഫൈബർ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആളുടെ പേടി ഇതിനകത്തേക്ക് വെള്ളം വീടിനകത്തേക്ക് പോകുമോ. ഫൈബർ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പോയില്ല. എന്നാലല്ല ഇതിന് ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് പറയും. അതിപ്പോൾ നമ്മൾ ഇത് ഓവർഫ്ലോ ചെയ്യുന്നുണ്ട്. മഴ പെയ്യുന്ന വെള്ളമാണ് ഇതിലോട്ട് വീഴുന്നത്. ആ വെള്ളം കൂടുതൽ വരുമ്പോൾ ഓവർഫ്ലോ ചെയ്ത് പോകും. അങ്ങനെ പിന്നെ 550 ഏരിയ എന്ന് പറയുന്നത് ഈ വരാന്തയും ഇതിന് ചുറ്റുമുള്ള ആ സ്ഥലമാണ്. അതായത് ഈ വീടിന് ചുറ്റും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് നടന്നു പോകാം. അതെല്ലാം 550 സ്ക്വയർ ഫീറ്റ്. ഈ കോളം ഏകദേശം ഒരു 350 സ്ക്വയർ ഫീറ്റോളം വരും. കാരണം ഇത്രയും ചുറ്റോട് ചുറ്റില്ലേ, പുറത്തെ ലെയറാണല്ലോ. അങ്ങനെ
പിന്നെ ഈ തടികൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇതില് അത് ഞാൻ ഒരു പഴയ വീടിന്റെ ഒരു ബ്ലോക്ക് മേടിച്ചു. പക്ഷെ അത് അവര് സംരക്ഷിക്കാഞ്ഞുകൊണ്ട് എനിക്ക് അപ്പാടെ ആ ഒരു ബ്ലോക്കും 2 തൂണും മാത്രമേ അവിടെ നിന്ന് കിട്ടിയുള്ളൂ. ബാക്കി ഇതെല്ലാം ഇവിടെ നിന്ന് അക്കേഷ്യ വെട്ടിയതാ. അപ്പൊ ഈ അക്കേഷ്യ മതി. അതായത് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന അക്കേഷ്യ മരണം മാറ്റണം. കാരണം ഇവിടെ നേരത്തെ ആരോ കൊണ്ട് അക്കേഷ്യ വെച്ച് ഇത് മുഴുവൻ അക്കേഷ്യയുടെ ഒരു പ്രശ്നമായിരുന്നു. വെള്ളം കണ്ടമാനം കുടിക്കുക, നമുക്ക് ഒന്നും വെക്കാനൊക്കെ ഇല്ല. ഒരു ഗ്രോ ബാഗിൽ ചെടി വെച്ചാൽ അക്കേഷ്യയുടെ പേര് വന്ന് അതിനകത്ത് കയറും. അപ്പൊ ആ അക്കേഷ്യ മുഴുവൻ വെട്ടിയിട്ട് നമ്മൾ ഭിത്തിയാക്കി. വളരെ കുറവാണ്. എന്റെ ഓഫീസിൽ സുധീർ എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അതായത് ഞങ്ങളുടെ ഗ്രാഫിക്സ് ഡിവിഷന്റെ ഹെഡാണ്. അദ്ദേഹമാണ് ഈ ഡിസൈൻ ചെയ്തു തന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 3 അടി കല്ല് കെട്ടി, ഇഷ്ടിക, സിമെന്റ് ഇഷ്ടിക. കാരണം ഈ ചെതലൊക്കെ താഴെ നിന്ന് വരുന്നത് ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കാണാം. ഈ ഇതിലേക്ക് തടിയിലേക്ക് ചെതൽ കയറുമ്പോൾ നമുക്ക് കാണാം, കുനിഞ്ഞു നോക്കണ്ട. ആ ഒരു ലെവൽ വരെ ഇത് കിട്ടി. ഇതിപ്പോൾ ഇതിന്റെ പഴയ തൂണുകൾ വാങ്ങിച്ചാണ്. ഈ തൂണിന്റെ ചുവടെന്ന് പറഞ്ഞാൽ കരിക്കല്ലാണ്. അതിന് 400 രൂപയ്ക്ക് കിട്ടി. ഇതിന് 2000 രൂപയ്ക്ക് കിട്ടി. നടുക്ക് ചാരിക്കുന്ന സാധനം ഉള്ളതിന് 800 രൂപ കണ്ട് വെച്ച് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ സുധീറാണ് അത് തപ്പി എടുത്തുകൊണ്ടത്, പലയിടത്തും മേടിച്ചുകൊണ്ടതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലാബറട്ടറിയായി വീട്. ഇതിൻ്റെ ഒരു വ്യത്യാസം, ഇപ്പോൾ ഇവിടെ ഗ്രാനൈറ്റ് ഇട്ടിരിക്കാം. ഞാൻ ഈ ഗ്രാനൈറ്റ് ഇടുന്നതിനെതിരായിരുന്നു. കാരണം ഇത് 1-ാം തരം തറയോടാണ്. അതിൻ്റെ 15 രൂപ 20 രൂപ കണ്ട് അത് സ്ക്വയർ ഫീറ്റ് ആവുന്നുള്ളൂ. എല്ലാം കൂടെ ഇട്ട ചിലവടക്കം ഒരു 30 രൂപ. അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു പെയിന്റ് അടിച്ചവർ കാരണം ഈ തറയോടിനൊരു പ്രശ്നം നമ്മൾ അധികം വരാതിരിക്കുകയാണെങ്കിൽ പൂക്കും. ആ പൂപ്പൽ ഒഴിവാക്കാനായിട്ടൊരു പെയിന്റ് അവരടിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിറങ്ങിയത്. ഇതിൽ നമ്മൾ ഈ ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ ഒരു തെർമോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ 45 ഡിഗ്രി വരെ ചൂട് പോകും. കാരണം ഈ ഗ്രാനൈറ്റ് കരിങ്കല്ല് ചൂടാകുന്നതാണ്. അപ്പോൾ നമ്മൾ പല വീട്ടിലും നമ്മൾ മുറ്റത്ത് കരിങ്കല്ല് ഇടാറുണ്ട്. മുറ്റത്ത് കരിങ്കല്ലിടുമ്പോൾ അവിടുത്തെ ചൂട് 45 ഡിഗ്രി വരെ പോകും, മുകളിൽ മരം ഇല്ലെങ്കിൽ. തൊട്ടപ്പുറം ആ മിയാവാക്കി ഫോറസ്റ്റിൻ്റെ ചൂട് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള അകലെ 5 അടിയാണ്. അപ്പോൾ ഞാനിടയ്ക്ക് കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അവരെ കാണിക്കും. ഇവിടെ 45 ഡിഗ്രിയും അവിടെ അവർ 30 ഡിഗ്രിയും. അപ്പോൾ നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മൾ തന്നെ ആവശ്യമില്ലാത്ത ചൂട് റേഡിയേറ്റ് ചെയ്യുകയും അബ്സോർവ് ചെയ്യുകയും ഒക്കെ നമ്മൾ തന്നെ ചെയ്യുകയാണ്. ആ മെറ്റീരിയൽ ഒരു പ്രകൃതിക്ക് ചേർന്ന മെറ്റീരിയൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ചൂട് ഒഴിവാക്കാൻ പറ്റും. അപ്പം പുറം കാഴ്ചകളായിട്ട് നമുക്കിനി തീർച്ചയായും. ശരി, എന്തായാലും ആ പ്രകൃതിയോട് ഇണങ്ങിയ വീട്, എം ആർ ഹരിയുടെ പുലിയർക്കോണത്തെ ആ വീടിന്റെ